ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കിത്തന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് പ്രഭാത പ്രാർത്ഥനയായി തുടർച്ചയായി നമ്മൾ ഓരോ ദിവസങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ദൈവവചനം കേട്ടും വരികയാണല്ലോ. 1648 ദിവസങ്ങൾ അല്ലേ നമുക്ക് മോർണിംഗ് പ്രെയറായിട്ട് കൂടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കി. പ്രാർത്ഥിച്ച ഒത്തിരി വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ കരം കാണുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്കൊക്കെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. വിശേഷിച്ച് ഞാനിപ്പോൾ മെൽബണിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിന് അകത്ത് ചെല്ലാനും അല്പസമയം അവിടെ ചിലവഴിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് അവസരം ഒരുക്കി. സോ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഓസ്ട്രേലിയൻ പാർലമെൻ്റ് ഒന്ന് കാണിക്കണമെന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അവിടെ ഒന്നുകൊണ്ട് ലൈവ് സ്ട്രീം ചെയ്യണമെന്നൊരാഗ്രഹം എനിക്ക് വന്നെങ്കിലും ഉടനെ എല്ലാവരും ആ സമയത്ത് ഓൺലൈൻ ആയിരിക്കുമോ എന്നറിയാത്തത് കൊണ്ട് എല്ലാവർക്കും ഒന്നും എല്ലായിടത്തും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഇപ്രകാരം ഒരു ക്രമീകരണം ഞാനൊരല്പം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെ കണ്ട് നമുക്കും ആ രാജ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും പറയാറുള്ളതുപോലെ ഞാൻ പ്രസംഗിക്കാൻ വരുന്ന ദിവസങ്ങൾ നമ്മുടെ മോർണിംഗ് പ്രേയറിൻ്റെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഈ മെസ്സേജ് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. മറ്റുള്ളവർക്കൂടെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് അവർക്കൂടെ കാണത്തക്ക തരത്തിൽ ഇത് നമ്മൾ യൂട്യൂബിലൂടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ പലർക്കും ഈ പ്രഭാത പ്രാർത്ഥനയെക്കുറിച്ച് അറിയത്തില്ല. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ പലരും വായാൽ പറഞ്ഞാണ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് സഹോദരങ്ങൾ കടന്നു വരുന്നത്. ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഒപ്പം നമ്മുടെ മോർണിംഗ് പ്രെയറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവർക്ക് ആഡ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയുക. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയുടെ ഈ യൂട്യൂബ് സ്ട്രീമിങ്ങിനകത്ത് തന്നെ സ്ക്രീനിലൊരു QR കോഡ് കാണും. ആ QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അവരുടെ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഈ മെസ്സേജിന് മുമ്പുള്ള ആ പ്രൊഫറ്റിക്കൽ സെഷനകത്തും അവർക്ക് അതേ പങ്കെടുക്കാനും ഒക്കെ കർത്താവ് ഇടയാക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ മെസ്സേജിന് ശേഷം മെസ്സേജ് കഴിഞ്ഞ ഉടനെ നമുക്കൊരു അടിയന്തരമായ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട്. നിസ്സാര വിഷയമല്ല, അടിയന്തരമായ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാനുണ്ട്. ഈ സ്ട്രീമിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ അത് മെസ്സേജ് കഴിഞ്ഞതിന് ശേഷം പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദയവായി ഇപ്പം ഏകദേശം 120ഓളം കുടുംബങ്ങൾ ഡിവൈസസ് ഇതിനകത്തുണ്ട്. നിങ്ങളാരും ലീവ് ചെയ്യരുത്. നമുക്കൊരു വിഷയം വളരെ അടിയന്തരമായി പ്രാർത്ഥിക്കാനുണ്ട്. അത് നിങ്ങൾ വിളിക്കും. ഇതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം. ഓക്കെ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ ആൾക്കാർ കാത്തിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ വിജയ് പാസ്റ്റർ അല്പം പനിയാൽ ഭാരപ്പെടുന്നു. പ്രാർത്ഥനയെ ഓർക്കുക. ഓക്കെ, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഒന്ന് ക്യാമറ ഓൺ ചെയ്താട്ടെ. ഒത്തിരി പേര് ക്യാമറ ഓൺ ചെയ്യാത്തവരുണ്ട്. നിങ്ങളൊക്കെ വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്താട്ടെ. നിങ്ങളുടെ മുഖം കണ്ട് ശുശ്രൂഷിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സ്തോത്രം. ഓക്കെ, നമുക്ക് ഇന്നത്തെ വേദ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മൾ ദീർഘനാളുകളായിട്ട് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളാണ് ചിന്തിച്ചു വരുന്നത്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു വരികയാണ്. നമ്മുടെ പ്രധാന പഠന വിഷയം മറക്കരുത്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ അതിൽ പല ഭാഗങ്ങളായി നമ്മൾ പഠിക്കാൻ തുടങ്ങി. ഓരോ ഭാഗമായി പഠിച്ച് വന്ന് യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിലേക്ക് കയറി. അങ്ങനെ അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും എത്രാമത്തെ അത്ഭുതമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ?
സ്തോത്രം. നമ്മൾ 20-ാമത്തെ അത്ഭുതമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 20-ാമത്തെ അത്ഭുതം, അതിന് ആധാരമായി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് 6-ന്റെ 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ 6-ന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലുമാണ് ഈ അത്ഭുതം കാണുന്നത്. അത് യേശു ക്രിസ്തു വെള്ളത്തിന്മേൽ നടക്കുന്ന അത്ഭുതമാണ്. ശബ്ദമുയർത്തി സുജാൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 1-2 വാക്യങ്ങൾ, മൊത്തം വായിക്കേണ്ട, 1-2 വാക്യങ്ങൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വായിച്ചു തന്നാൽ സന്തോഷമായിരിക്കും. ഒന്ന് വായിച്ചാട്ടെ. റെഫറൻസ് പറഞ്ഞു വായിക്കും. സുജാൻ്റെ റെഫറൻസ് പറഞ്ഞു വായിക്കും. മത്തായി 14:22. വായിച്ചു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. ഇവിടെ വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴി ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. മതി. ഇവിടെ നമ്മൾ വായിക്കുന്ന വേദഭാഗം യേശുക്രിസ്തു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മലയിലേക്ക് കയറിപ്പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാഗം പലപ്പോഴും എടുത്തു പറയാൻ പറ്റാറില്ല, എന്നാലും എടുത്ത് പറയേണ്ട വിഷയമാണ്. നമ്മുടെ സുനിത സിസ്റ്റർ ഏത് വാക്യം പറഞ്ഞാലും ടൈപ്പ് ചെയ്ത് അത് കോപ്പി ചെയ്ത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ മലയാളം നല്ലപോലെ മനസ്സിലാകാത്ത കുറച്ച് പേര് സൂം മീറ്റിങ്ങിൽ കയറിയപ്പോൾ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരെങ്കിലും കിട്ടുമോ എന്നൊരു വാക്ക് നമ്മൾ ചെക്ക് ചെയ്തതാണ്. അന്ന് തൊട്ട് ആരും പറയാതെ, ആരോടും ഒരു ഇതും വെക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി എടുത്ത് പറയേണ്ട വിഷയം, ഒരു ഡിവൈസിൽ നിന്ന് കയറി അതെല്ലാം നടത്താൻ പറ്റാത്തതുകൊണ്ട് 2 ഡിവൈസിലൊക്കെ കയറിയിരുന്നാണ് പ്രസംഗം മൊത്തം അതേ ടൈമിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്കും തരുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ സഹോദരി, കർത്താവ് ആർക്കും കടക്കാരനല്ല. ഓക്കെ, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു എന്ന വിഷയത്തിലാണ് തുടങ്ങുന്നത്. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. ഇത് 3 സുവിശേഷങ്ങൾ, മത്തായും മർക്കോസും യോഹന്നാനും 3 സുവിശേഷങ്ങൾക്കകത്ത് ഈ ഭാഗം പ്രതിപാദിച്ചിരിക്കുന്നെങ്കിലും മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമാണ് പത്രോസ് കടലിന്മേൽ നടക്കുന്നത് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയം തന്നെ 2 കാഴ്ചപ്പാടി നമുക്കത് പഠിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ, ഒന്ന്, യേശുക്രിസ്തു തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഒരു ഭാഗം എന്ന് പറയാം. യേശുക്രിസ്തു തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന ഒരു ഭാഗം. 2, പത്രോസ് തൻ്റെ വിശ്വാസ നിമിത്തം യേശുവിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമാകാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ള ഭാഗം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 2 ഭാഗമേ. This miracle gives us 2 dimensions in the same event. One, Jesus reveals his authority, and the second one is Peter reveals what faith can be connected with the authority of Jesus. ഞാൻ നിങ്ങളോട് ആ വാക്ക് പറയുമ്പോൾ ഒരു പദം പറയാം. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ നമ്മളുമായിട്ടുള്ള കണക്ഷൻ എന്തെന്നറിയാമോ? വിശ്വാസത്താൽ ഞാൻ ചെയ്തതിലും അധികം ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടെന്ന് യേശു പറഞ്ഞൊരു പദമാണ്. 130ഓളം കുടുംബങ്ങൾ, 125ഓളം കുടുംബങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം, വിശ്വാസത്താൽ, വിശ്വാസത്താൽ യേശു ചെയ്ത അത്ഭുതങ്ങളുടെ ഭാഗമാകാൻ എനിക്ക് പറ്റും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശബ്ദമുയർത്തി, ആ കരമുയർത്തി കർത്താവിനൊരു ഹാലേലൂയ പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. സഹോദര, എൻ്റെ ശബ്ദം കേൾക്കണം നിന്നോട് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനൊന്ന് പറയാനുണ്ട്. യേശു എന്തിനാ രോഗികളെ സൗഖ്യമായതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നതെന്നറിയാമോ? എന്തെങ്കിലും ഒന്ന് കേട്ടുവിടാനല്ല, പകരം നിനക്കും സൗഖ്യമാകാൻ വേണ്ടിയാണ്. ഒരു ഹാലേലൂയ പറഞ്ഞാട്ടെ.
യേശു ഭൂതങ്ങളെ പുറത്താക്കിയതിനെക്കുറിച്ച് എന്തിനാണ് ഈ പുസ്തകത്തിൽ എഴുതിയേക്കെന്നറിയാമോ? യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റുമെന്ന് നിന്നെ കാണിക്കാനല്ല, പകരം നിൻ്റെ ജീവിതത്തിൽ ഭൂതം ഒരുക്കുന്ന, പൈശാചിക ശക്തികൾ ഒരുക്കുന്ന എല്ലാ മേഖലകളെയും തോൽപ്പിക്കാൻ യേശുവിൻ്റെ ശക്തിക്ക് പറ്റും എന്ന് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, തലമുറയുടെ വിഷയത്തിൽ ഇടപെടുന്ന ക്രിസ്തുവിനെക്കുറിച്ച് എന്തിനായി ഈ പുസ്തകത്തിൽ എഴുതിയേക്കുന്നതെന്നറിയാമോ? എൻ്റെ യേശുവിന് അത് ചെയ്യാൻ അറിയാമെന്ന് കാണിക്കാനല്ല. പലരുടെയും തലമുറയുടെ വിഷയത്തിൽ ഇടപെട്ട അതേ യേശുവിന് നിൻ്റെ തലമുറയുടെ അകത്തും ഇടപെടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. കമോൺ, വായികളെ തുറന്ന് കർത്താവിന് നന്ദി പറയുക. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ യേശുനാഥ, അങ്ങയുടെ അത്ഭുതങ്ങളുടെ ഭാഗമാകാൻ കഴിയത്തക്ക തരത്തിലൊരു വിശ്വാസത്തിൻ്റെ തലത്തെ സ്വർഗമേ എനിക്ക് തരണമേ എന്ന് ഇന്നു പകലിൽ പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാത പ്രാർത്ഥനാ സാന്ദ്രമാകട്ടെ. ഒന്ന് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ചിലരെ കാണുന്നല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ഈ 125 ഡിവൈസുകൾക്കകത്ത് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, യേശുനാഥ, എനിക്ക് അങ്ങയുടെ സ്തോത്രം അത്ഭുതത്തിൻ്റെ ഭാഗം ആകണം. പ്രാർത്ഥിച്ച്, എനിക്ക് അങ്ങയുടെ അത്ഭുതത്തിൻ്റെ ഭാഗം ആകണം. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക പദ്ധതിയുടെ ആഴം ദൈവിക പദ്ധതിയുടെ ആഴം, ദൈവിക പ്ലാനുകളുടെ ആഴം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണേ കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ വേദഭാഗത്തിൻ്റെ ശക്തിയെ ജനത്തിൻ്റെ മേൽ കൈമാറുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലത് ദിവ്യ അത്ഭുതങ്ങളുടെ അവരുടെ ഭാവി തീരട്ടെ. ദിവ്യ അത്ഭുതങ്ങളുടെ ജീസസ് 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 യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വായ്കളെ തുറന്ന് ആമേൻ പറയുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എല്ലാ സഹോദരങ്ങളും ആ മേഖലയിൽ തന്നെ പ്രാർത്ഥിക്കണം. നമ്മുടെ പലരുടെയും ചിന്ത എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിച്ച് ദൈവമാകാൻ നിൽക്കുന്നവനല്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയോ പോട്ടെ, ഞാൻ വിമർശനത്തിലേക്ക് കയറുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, യേശു ഏത് അത്ഭുതങ്ങൾ റെക്കോർഡ് ചെയ്തത് യേശു ദൈവമാണെന്ന് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമല്ല, പകരം ആ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഇന്നും പലരുടെയും ചിന്ത യേശു അത്ഭുതങ്ങൾ ചെയ്യില്ലെന്നാണ്, യേശു രോഗികളെ സൗഖ്യമാക്കിയില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, എൻ്റെ നാഥൻ ഇന്നും രോഗികളെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? ആമേൻ. സ്തോത്രം. ഇനി അതിനകത്തെ 5 പ്രധാന ചിന്തകൾ ഞാൻ വേഗത്തിൽ അക്കമിട്ട് പറഞ്ഞു പോകാം. ഈ അത്ഭുതത്തിലെ 5 പ്രധാന ചിന്തകൾ. അതിനകത്ത് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ വാക്ക് ഓൺ വാട്ട് യു ഫിയർ എന്നുള്ളതാണ്. പലരും ഭയപ്പെടുന്നതിൻ്റെ മേൽ നീ നടക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ഓക്കെ, ഒന്നാമത്തെ ചിന്ത, ഒബീഡിയൻസ് ക്യാൻ ലീഡ് ഇൻ ടു സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ അനുസരണം നിന്നെ ചില കാറ്റുകളിലൂടെ വിട്ടെന്നിരിക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശു തനിയാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അക്കരയ്ക്ക് പോകുക. എന്നൂടെ പറഞ്ഞാൽ യേശു നിർബന്ധിച്ചു എന്നൊരു പദമാണ് എഴുതിയേക്കുന്നത്, അല്ലേ? പലരുടെയും ചിന്ത നിൻ്റെ അനുസരണക്കേട് കൊണ്ടാണ് നീ ചില കാറ്റുകളിൽ അകപ്പെടുന്നതെന്നാണ്. അല്ലേ വിജയപുത്രരെ? സത്യമല്ലേ? ചിലർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ബട്ട് ദ സ്റ്റോം വാസ് നോട്ട് ബിക്കോസ് ദേ ഡിസൊബെയ്ഡ്, ബട്ട് ബിക്കോസ് ദേ ഒബെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇവർ ആ കടലിൽ ആ സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സത്യമല്ലേ? സുജാൻ്റെ ആ സമയത്ത് ഇവർ കടലിൽ പോയില്ലായിരുന്നെങ്കിൽ നാട്ടുകാർ പറയും, വല്ല ആവശ്യമുണ്ടോ? ഞാൻ അന്നേരേ പറഞ്ഞത് ഈ പണി കേട്ട് ചാടല്ലേ, വെള്ളത്തിൽ മുങ്ങല്ലേ, എന്തെല്ലാം പറഞ്ഞത്? ജസ്റ്റിസ് സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ആൾക്കാർക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. പോകാതിരുന്നായിരുന്ന കുഴപ്പമുണ്ടായിരുന്നോ? അപ്പം യേശു പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാ. അപ്പോൾ ഇവർ പറഞ്ഞെന്താ? ഈ സങ്കടം രണ്ട് കാര്യങ്ങളാണ്. നാട്ടുകാർ പറയും ഇത് അനുസരിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയും, പോകാതിരുന്നായിരുന്നെ കുഴപ്പമില്ലായിരുന്നു പറയും. അതേസമയം നമ്മുടെ കൂടെയുള്ള പലരും പറഞ്ഞെന്തെന്ന് അറിയാമോ? അവൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നം വരാൻ കാരണം അവൻ ദൈവത്തെ അനുസരിക്കാഞ്ഞുകൊണ്ടാണ്. ഈ അനുസരിച്ചിറങ്ങിയവനറിയാൻ നമ്മൾ വെച്ച ഓരോ സ്റ്റെപ്പും ദൈവശബ്ദം കേട്ടാണ്. എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ ദൈവശബ്ദം കേട്ട പോലെ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞു ബോറടിച്ച് കാണും. എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു,
ഈ ഈ ഈ മൊബൈലിൻ്റെ വോയിസ് ക്ലിപ്പിനകത്ത് മൊത്തം എന്താ? ഞാൻ ഒരിടത്തെ വോയിസ് ക്ലിപ്പ് നോക്കിയപ്പം ഓഡിയോ റെക്കോർഡിങ് നോക്കിയപ്പം ഗ്ലാഡ്സൺ 1, ഗ്ലാഡ്സൺ 2, ഗ്ലാഡ്സൺ 3, ഗ്ലാഡ്സൺ 4, ഗ്ലാഡ്സൺ 5, ഗ്ലാഡ്സൺ 6. ഞാൻ ചോദിച്ചു ഇതെന്തോ കാര്യം, ഇത് ഓരോന്നും പാസ്റ്റർ പറഞ്ഞതാന്ന് പറഞ്ഞു. അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഈ വോയിസ് റെക്കോർഡർ എന്നൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സത്യം പറ. എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ആകെ എനിക്ക് ഉപയോഗമുള്ളത് യൂസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സത്യമല്ലേ? ദൈവശബ്ദം കേൾക്കാനിട്ട് അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും ഞാനൊരു ഭവനത്തിൽ താമസിക്കുമ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം അവരൊരുക്കി തന്നു. ഞാൻ പറഞ്ഞു ആൻറ്റി താങ്ക് യു, എനിക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാണ് വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഈ ഫുഡ് എന്ത് ചെയ്തേ? അച്ഛൻ പാസ്റ്റർക്ക് വയറിന് പിടിക്കാത്തൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച്. ഞാൻ എതിർക്കുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷേ ആൻറ്റി ഇത് കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ദേവശബ്ദം കേൾക്കുന്നവരാ. സുമയാൻറ്റി സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വരെ നമ്മൾ ദൈവശബ്ദം എന്ത് ചെയ്യുന്നവരാ? കേൾക്കുന്നവരാ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പക്ഷേ നാട്ടുകാർ പറഞ്ഞത് നമുക്ക് ഈ പണി കിട്ടാനുള്ള കാരണം നമ്മൾ ദൈവശബ്ദം എന്ത് ചെയ്യാത്തതുകൊണ്ടാന്നാ? അനുസരിക്കാൻ ഞാൻ ദൈവാത്മാവിൽ പറയാം, നിൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ദൈവശബ്ദം അനുസരിക്കാനിട്ടല്ല, പകരം ദൈവശബ്ദം അനുസരിച്ചത് കൊണ്ടാണ്. ഞാൻ അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോണം. നോട്ട് എവറി സ്റ്റോം ഈസ് എ മിസ്റ്റേക്ക്, ബട്ട് സം സ്റ്റോംസ് വിച്ച് യു ആർ ഫേസിങ് ഇൻ യുവർ ലൈഫ് ആർ യുവർ അസൈൻമെൻറ്റ്സ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെല്ലാം, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാം നീ ഉദ്ദേശിക്കുന്നത് പോലെ മിസ്റ്റേക്സ് അല്ല, പകരം ചില പ്രതിസന്ധികൾ സ്വർഗം നിന്നെ ഏൽപ്പിച്ച അസൈൻമെൻറ്റുകളാണ്. അതിനെ നീ അതിജീവിക്കണം. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. രണ്ടാമത്തെ ചിന്ത, സ്തോത്രം. എന്നോട് പലരും പറയുന്നുണ്ട് ലാഡ്സൺ പാസ്റ്റർ കയറുമ്പോൾ മെസ്സേജ് പറയുമ്പോൾ ഈ പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ പാസ്റ്റർ ഒരു 10-15 മിനിറ്റൂടെയൊക്കെ പ്രസംഗിച്ചോളാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചിലർ നമ്മുടെ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകേണ്ടതിന് തൊട്ട് മുമ്പൊക്കെ വന്ന് കയറുന്നവരാണ്. സോ അവരെ കൂടെ കണക്കിലെടുത്താണ് നമ്മൾ വേഗത്തിൽ കൃത്യസമയത്ത് തന്നെ നിർത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്തോത്രം, വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാം. സോ രണ്ടാമത്തെ ചിന്ത, ഇപ്പം യേശു പടകിലില്ല. ഉണ്ടോ? യേശു പടകിൽ ഇല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ജീസസ് മേ സീം ഡിസ്റ്റൻറ്റ്, അകന്നിരിക്കുവാന്ന് നമുക്ക് തോന്നും, ബട്ട് ഹീ ഈസ് നോട്ട് ആബ്സെൻറ്റ്. അതിൻ്റെ അർത്ഥം യേശു സന്നിഹിതനല്ല എന്നല്ല. While they struggled in the sea, Jesus was on the top of a mountain. He was praying. He was not in the boat, but he was still aware about his disciples, what they are going through. ഒരാമയും പറയാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, യേശു ബോട്ടിലില്ല, യേശു മലയുടെ മുകളിലാണ്. പക്ഷെ മലയുടെ മുകളിലിരിക്കുമ്പോഴും യേശുവിനെ അറിയാം തൻ്റെ ശിഷ്യന്മാർ കടന്നു പോകുന്ന സാഹചര്യം എന്തെന്ന്. എന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. നീ പറഞ്ഞിട്ടല്ല സഹോദര യേശു നിന്നെ അറിയുന്നേ. സിസ്റ്ററെ, യേശു അറിയുന്നത് നമ്മൾ പറഞ്ഞിട്ടല്ല, പകരം നമ്മുടെ സാഹചര്യത്തെ നാം പറയാതെ തന്നെ അറിയാവുന്നവരെന്നുള്ളത് കൊണ്ടാണ്. എന്നോട് ഞാൻ ഈ മുമ്പേ സുമ ആൻറ്റിന്ന് വിളിച്ചു, ഇപ്പോൾ സുമ സിസ്റ്റർ എന്ന് വിളിച്ചു. അപ്പോൾ എന്നോട് ഒരു ഒരാൾ ചോദിച്ചു, എന്തിനാ കൂടെ മാറി വിളിക്കുന്നവരെ ഇത് വിളിച്ചാൽ പോരെ? ഇനി ഇതിനകത്ത് സുമ ചേച്ചിന്ന് വിളിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സുമയല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഒത്തിരി സുമമാരുണ്ട്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ പറഞ്ഞല്ല യേശുനാഥൻ നമ്മുടെ ആവശ്യം അറിയുന്നത്. സ്തോത്രത്തോടെ കരയേറ്റാൻ പ്രമാണം നമുക്കുണ്ട്. പക്ഷേ അതല്ലാതെയും എൻ്റെ അവസ്ഥ അറിയുന്നൊരു ദൈവത്തെ, എന്നെ അറിയുന്ന കർത്താവ് ഉണ്ടെന്ന 130 കുടുംബങ്ങൾക്കകത്ത് പറയാൻ കഴിയുന്നവരുണ്ടോ? ഇത് ഈ രാവിലത്തെ ഈ മോർണിംഗ് പ്രെയറിൻ്റെ സമയത്ത്
എന്നെ അറിയുന്നൊരു നാഥനുണ്ടെന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ടല്ലോ. ഓ ജീസസ്. അറിയേണ്ട പലരും അറിയാതിരിക്കുമ്പോൾ, പരിചിതർ പലരും പരിചയമില്ലാതെ മാറുമ്പോൾ, സ്നേഹമായി നടന്നവർ വെറുത്ത് നിന്നെ തള്ളുമ്പോൾ, ഹലോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, നിന്നെ അറിയുന്നൊരു യേശുവുണ്ട്. When you feel unseen in the storm, just realize that you are still under his surveillance. ഈ ചില റൂമുകളിലൊക്കെ ചെല്ലുമ്പോൾ യു ആർ അണ്ടർ ക്യാമറ സർവൈലൻസ് എന്ന് പറയത്തില്ലേ, അതുപോലെ എന്നെ കാണുന്നവൻ ആരും ഇല്ലെന്ന് നിനക്ക് തോന്നുമ്പോൾ തിരിച്ചറിഞ്ഞോണം, നിന്നെ കാണുന്ന 2 കണ്ണുകൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ. ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. 3ാമത്തെ ചിന്ത, വേഗത്തിൽ പോകട്ടെ, അടുത്ത 8 മിനിറ്റിനായിട്ട് നമുക്ക് 3 ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. 3ാമത്തെ ചിന്ത, യേശുക്രിസ്തു നടന്ന് അവരുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവർ ഉടനെ ഭയന്നിട്ട് പറയുന്നത് ഭൂതം വരുന്നെന്ന. ആര് വരുന്നെന്ന? ഈ ഭയത്തിൻ്റെ ഒരു പ്രശ്നം, ഭയം എപ്പോഴും ദൈവിക ചലനത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കും. ഫിയർ മിസ്ഇൻറ്റർപ്രറ്റ്സ് ഗോഡ്സ് മൂവ്മെൻറ്റ്. When Jesus came walking on the water, they thought he was a ghost. See, fear distorted their perception. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഭയം കയറിയപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഇതിനാണ് പിശാച് നിൻ്റെ അകത്ത് ഭയമിടുന്നത്. എന്തിനാണെന്നറിയാമോ? നിന്നെക്കൊണ്ട് ദൈവിക പദ്ധതിയെ പോലും ചോദ്യം ചെയ്യിപ്പിക്കണം. ജീസസ്, യേശുവിൻ നാമത്തിൽ ദൈവിക പദ്ധതിയെ പോലും നിന്നെക്കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഭയം. യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഭാത പ്രാർത്ഥനയ്ക്കകത്ത് പങ്കെടുക്കുന്ന ഭവനങ്ങൾക്കകത്ത് നിന്ന് ഭയങ്ങളോട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഗെറ്റ് ഔട്ട്. പിശാചെ പുറത്തു പോ. ഭയയിടുന്ന പിശാചെ പുറത്തു പോ. യേശുവിൻ ദൈവിക പദ്ധതിയെപ്പോലും സംശയിക്കത്തക്ക തരത്തിൽ കൊണ്ടിരുന്ന ഭയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഫിയർ ക്യാൻ ടേൺ ഡിവൈൻ ഹെൽപ്പ് ഇൻ ടു എ ഇമാജിൻഡ് ഡേഞ്ചർ. ഈ ഇമാജിനേഷൻ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥനയുടെ ലിങ്കുകളൊക്കെ ഇടുന്നത് പോലെ എല്ലാ ദിവസവും സൈക്കോളജിക്കലായിട്ടുള്ള കുറേ ചിന്തകൾ ഞാൻ ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് വചനപരമായിട്ടുള്ളതല്ല, സൈക്കോളജിക്കലായിട്ടുള്ള കുറേ ചിന്തകൾ. നിങ്ങളറിയുന്ന പോലെ ഞാൻ ചെയ്യുന്ന എൻ്റെ PhD കൗൺസിലിംഗ് സൈക്കോളജിയിലാണല്ലോ. സോ ഇപ്പോൾ കുറേ നാളായിട്ട് സംശയരോഗം എന്നുള്ള വിഷയമാണ് പഠിപ്പിക്കുന്നത്. രസം എന്താണെന്നറിയാമോ വിജയ് ബ്രദറെ? ഇപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു, പാസ്റ്ററെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ സംശയരോഗം ഉണ്ടോയെന്നൊരു സംശയമുണ്ടെന്ന്. എനിക്കല്ല, കേൾക്കുന്നവർക്ക്. ഞാൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സംശയരോഗം ഉണ്ടെന്ന്. കാരണം അതാണല്ലോ ഏറ്റവും വലിയ സംശയം. പ്രൈസ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആൾക്കാരൊക്കെ അതും കൂടെ ഒക്കെ ഒന്ന് കയറി നോക്കണം. സ്വതന്ത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പിശാചിൻ്റെ പരിപാടി ഇമാജിനേഷനാണ്. പിശാച് ആയിത്തീർന്ന അങ്ങനല്ലേ, ഞാൻ അതിൻ്റെ മേളിൽ കയറും എന്ന് ഇമാജിൻ ചെയ്തപ്പോഴല്ലേ. ഇത് അവൻ്റെ ചരക്കാണ്. ഏതാ? അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ കയറി ഞാനിരുന്നാൽ എന്തോ ആയിരിക്കും എന്നൊരു ചിന്ത വന്നിടപ്പോഴാണ്. സോ ഇമാജിനേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഭയം അകത്തോട്ട് കയറുമ്പോൾ ദൈവിക സഹായത്തെ പോലും ഒരു ഇമാജിൻഡ് ഡേഞ്ചറായിട്ട് കാണാൻ തുടങ്ങും. ആ മേഖലയെ നമ്മൾ ജയിക്കണം. 4ാമത്തെ ചിന്ത, യേശുക്രിസ്തുവിൻ്റെ ഒരൊറ്റ വാക്കിന് സകല സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. വൺ വേർഡ് ഫ്രം ജീസസ് ചേഞ്ചസ് എവറിത്തിങ്. എന്താ യേശുക്രിസ്തു കയറി പറഞ്ഞത്? 14:27 വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. ധൈര്യത്തോടിരിക്കാൻ പറഞ്ഞു. ടേക്ക് കറേജ്. ഭയപ്പെടരുതെന്ന് പറഞ്ഞു. ധൈര്യത്തോടിരിക്കാൻ പറഞ്ഞു. അല്ലേ? സ്തോത്രം. ധൈര്യപ്പെട്.
ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. ആ 14:27 വായിക്കാം. മത്തായി 14:27 പെട്ടെന്നൊന്ന് വായിക്കാം, ഒറ്റ സെക്കൻഡ് കൊണ്ട്. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ടെന്ന് പറഞ്ഞു. കണ്ടോ? ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, എന്ത് ചെയ്യണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞാൽ ഈ യേശു കയറി നിന്ന് നീ പേടിക്കണ്ടെന്ന് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അതുവരെ കാറ്റിനെ ഭയന്നകത്തിരുന്ന പത്രോസ് പറഞ്ഞു, എനിക്ക് ഒരു പേടിയില്ല, ഞാൻ കൂടെ ഇറങ്ങി വെള്ളത്തോട്ട് ചാടാന്ന് പറഞ്ഞു. കണ്ടോ? ഈ പേടിക്കുന്നത് എന്തായിരിക്കും? അയ്യോ കർത്താവെ, കാറ്റ് നിന്നു പോകുമോ എന്നാരെങ്കിലും പേടിക്കുമോ? ബെൻസി സിസ്റ്റർ, അങ്ങനെ ആരെങ്കിലും പേടിക്കുമോ? എൻ്റെ കർത്താവെ, കാറ്റെങ്ങാണം നിന്നു പോയാലുള്ള അവസ്ഥ ഓർത്ത് അങ്ങനെ പേടിക്കുമോ ആരെങ്കിലും? ഇവരിപ്പോൾ പേടിക്കുന്നതെന്ന് അറിയാമോ? എങ്ങനെയും വല്ല വിധേനെ അങ്ങ് തിരിച്ച് കരയിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് അല്ലേ? വല്ല വിധേനെ ഈ കരയിൽ കയറിയാമെന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശബ്ദം കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു കേൾക്കണോ, എനിക്കിനിയും വെള്ളത്തിൽ ചാടണമെന്ന്. ബോട്ടിൻ്റെ അകത്ത് വെള്ളം കയറലെല്ലാം പറഞ്ഞ് പാത്തിച്ചുകൊണ്ടിരുന്നവനാ. യേശു ആണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി പറയും, എനിക്കിവിടെ വെള്ളത്തിൽ ചാടണമെന്ന്. കണ്ടോ? ഒറ്റ വാക്ക് മതി, സകല സിസ്റ്റവും മാറും. നിൻ്റെ മാനസിക നിലവാരം മാറും, ഒറ്റ വാക്ക് മതി. നിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മാറും, ഒറ്റ വാക്ക് മതി. ഓ ജീസസ്. എൻ്റെ തലമുറയുടെ സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻസ് മാറാൻ എൻ്റെ യേശുവിൻ്റെ ഒറ്റ വാക്ക് മതി. വിശ്വസിക്കുന്നവർ ആ വായികളെ തുറന്ന് ഹല്ലേലൂയ. കർത്താവേ, ഞാനിത് പറയുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങൾക്കകത്ത് ജീസസ് കർത്താവെ, ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്ത് അസാധാരണമായ ഈ സ്റ്റെബിലൈസേഷൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചിലത്, ആടി ഉലഞ്ഞ് നിൽക്കുന്ന ചിലത്, ലോർഡ് ഐ ബിലീവ് വൺ വേർഡ് ഫ്രം യു ക്യാൻ സ്റ്റെബിലൈസ് ദം. നിൻ്റെ വായിൽ വരുന്ന ഒരു വാക്ക്, അങ്ങയുടെ ഒരു വാക്കിന് സാഹചര്യങ്ങളെ ജയിക്കാൻ കഴിയും. ഒരു ഹല്ലേലൂയ പറയാമോ? 5ാമത്തെ ചിന്ത. സ്തോത്രം. പത്രോസ് ഉടനെ ചാടി എന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ അങ്ങയുടെ കൂടെ നടക്കണം. സഹോദരങ്ങളെ, ഒരു ചിന്ത. ഈ ഭയം മാറിയപ്പോഴേ വേണേ കംഫർട്ടബിളായിട്ട് ബോട്ടിൻ്റെ അകത്തിരുന്നാൽ പോരെ? നിങ്ങൾ പറ. ഭയം മാറിക്കഴിയുമ്പോൾ കംഫർട്ടബിളായിട്ട് ബോട്ടിൻ്റെ അകത്തിരുന്നാൽ പോരെ? പക്ഷെ പത്രോസ് ചാടി പറഞ്ഞു, എനിക്ക് കംഫർട്ടബിളായിട്ടിരിക്കുകയല്ല വേണ്ടത്, എനിക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഏത്? ഞാൻ മുങ്ങുമെന്ന് പറഞ്ഞിടത്ത് ഞാൻ മുങ്ങാതിരിക്കുന്നത് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പീറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്, ഹീ ഷോസ് ദാറ്റ് ഫെയ്ത്ത് മസ്റ്റ് സ്റ്റെപ്പ് ഔട്ട് ടു എക്സ്പീരിയൻസ് ദ ഇമ്പോസിബിൾസ്. പത്രോസ് ഒരു വാക്ക് ചോദിച്ചു, ഞാനിവിടെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. He walked through the water when he focused on Jesus. But when he focused at the wind, he started sinking down. പക്ഷേ അവിടെയും സംഭവിച്ചു പറയാം, yet even in the failure, he cried out and was lifted. താഴുമ്പോഴും അവൻ നിലവിളിച്ചു, ഉടനെ യേശു അവനെ കൈക്ക് പിടിച്ചു പൊക്കി. എൻ്റെ 5ാമത്തെ ചിന്ത ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, യേശു ആഗ്രഹിക്കുന്നത് നീ ബോട്ടിൻ്റെ അകത്തിരുന്ന് മിറക്കിൾസ് കാണാനല്ല. യു ഡോണ്ട് എക്സ്പീരിയൻസ് മിറക്കിൾസ് ബൈ വാച്ചിങ് ഫ്രം ദ ബോട്ട്. പകരം യു ഷുഡ് എക്സ്പീരിയൻസ് ദ മിറക്കിൾസ് ബൈ സ്റ്റെപ്പിംഗ് ഔട്ട്. നീ എന്ത് ചെയ്യണം? ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ സാഹചര്യങ്ങൾക്കകത്ത് നിന്ന് നീ ആ അത്ഭുതങ്ങളെ ഒന്ന് വീക്ഷിക്കണം. സ്തോത്രം. ഇന്നത്തെ പകലിൽ ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കും. ആരും ഇറങ്ങിപ്പോകരുത്, നമുക്കൊരു വിഷയം പ്രാർത്ഥിക്കാനുണ്ട്, വളരെ ഗുരുതരമായ ഒന്ന്. ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, സഹോദരങ്ങളെ, യേശു ഇന്നും ആഗ്രഹിക്കുന്നു താൻ കാണിച്ച അത്ഭുതങ്ങളുടെ ഭാഗമായി ചലിക്കാൻ ചിലരെ യേശുവിന് വേണം. നിങ്ങൾക്കാകാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവത്തോട് പറ, യേശുവേ,
അങ്ങ് കടലിൽ കൂടെ നടന്നതുപോലെ എനിക്കും ഈ വെള്ളത്തിലൂടെ നടക്കാൻ, എൻ്റെ അസാധ്യതകളിലൂടെ നടക്കാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് ദൈവമക്കൾ എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അതിന് ബലം തരും. നിങ്ങൾ നടക്കും, ചിലരുടെ കൺമുമ്പിൽ കൂടെ തന്നെ നിങ്ങൾ നടക്കും. അപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നാമും അത്ഭുതങ്ങളുടെ ഭാഗമാകുക. നാമും അത്ഭുതങ്ങളുടെ ഭാഗമാകുക. അത്ഭുതങ്ങളുടെ അടുത്തൊരു ഭാഗം, അടുത്ത പ്രഭാത പ്രാർത്ഥന നമുക്ക് വീണ്ടും സംസാരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി